ട്രാൻസ്ജെൻഡർ ഈ കാര്യത്തിൽ എനിക്ക് കുറച്ച് നാളായിട്ട് ഒരു സംശയമുണ്ട്. ഇത് ചോദിക്കുന്നത് പൊട്ടത്തരമാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വെറും ഒരു സംശയമായിട്ട് മാത്രം ഇതിനെ കണക്കാക്കുക. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വല്ല ടെസ്റ്റോ അല്ലെ ഹോർമോൺ ടെസ്റ്റോ അങ്ങനെ വല്ലതും ഉണ്ടോ? കാരണം ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ പുരുഷനാണെങ്കിൽ നമുക്കറിയാം, ഒരാൾ സ്ത്രീ ആണെങ്കിൽ നമുക്കറിയാം. ഓക്കെ, ഒരു പുരുഷൻ അയാൾക്ക് ഹോർമോൺ ചേഞ്ച് മൂലം അവർക്ക് നാളെ സ്ത്രീയായിട്ട് ജീവിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളത് അംഗീകരിക്കുന്നു. അത് അവരുടെ പ്രശ്നമല്ല, അവരെ നമ്മൾ നമ്മുടെ ഒപ്പം തന്നെ ചേർത്ത് നിർത്തണം, എല്ലാം ശരിയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഉടായിപ്പ് വഴി, അതായത് ഒരാൾ ഞാൻ പുരുഷനാണ്, നാളെ തൊട്ട് ഞാൻ സ്ത്രീയായിട്ട് ജീവിക്കുകയാണ്, എനിക്ക് ഹോർമോൺ ചേഞ്ച് ആണെന്നും പറഞ്ഞ് ഇയാൾ സ്വയം പ്രഖ്യാപിച്ചങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഹോർമോൺ ചേഞ്ച് ഉണ്ടോ, അതോ ഇയാൾ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചു, അതായത് എനിക്ക് സ്ത്രീകളോട് താല്പര്യമൊന്നുമില്ല എന്ന് കാണിച്ചിട്ട് ഇവർ സ്ത്രീകളുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉടായ്പ് കാണിക്കുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ആരെയും അപമാനിക്കാനോ അവഹേളിക്കാനോ ഒന്നുമില്ല. ആ കമ്മ്യൂണിറ്റീനെ അവഹേളിക്കാനേ അല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. മനുഷ്യർ പല വിധത്തിലുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രളയം എന്ന് തന്നെ പറയാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതിനകത്ത്. ശരിയാണ്, 99% ആൾക്കാരും സത്യസന്ധമായിട്ടാണെന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ ഇതിനകത്ത് 1% എന്തെങ്കിലും ഉടായ്പ് കാണിക്കുന്ന ആൾക്കാർ കാണുകയല്ലേ. മനുഷ്യനാണേ ഞാൻ പറയുന്നത്. ചില ആൾക്കാർ പുരുഷൻ സ്ത്രീ ആയിട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് സ്ത്രീകൾക്കില്ലാത്തതിൻ്റെ അപ്പുറത്തെ സ്ത്രൈണതയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയും ഇങ്ങനെ കാണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു പുരുഷൻ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇയാൾ ഓവറായിട്ട് ഞാൻ സ്ത്രീയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എന്തൊക്കെയോ കടന്ന് കാണിച്ചു കൂട്ടുക. അതേസമയം യഥാർത്ഥത്തിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ഈ ഹോർമോൺ ചേഞ്ച് മൂലം ഇങ്ങനെയായ ആൾക്കാർ അവർ സംസാരിക്കുന്നതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരോട് ബഹുമാനം തോന്നിപ്പോകും. അങ്ങനെ ഒത്തിരി പേരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കാണുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും അവരോട് നമുക്ക് ബഹുമാനം തോന്നും. പക്ഷേ എന്നാൽ ചിലർ എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ അംഗീകരിച്ച പോലെ ഇതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ചില കളികൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? ഇത് എൻ്റെ ഒരു സംശയം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ബട്ട് വൈ? ഇത് മാത്രമേ ഉള്ളൂ. ഇത് എന്തെങ്കിലും, അതായത് ഇപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുമില്ല. എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ഇവരെ അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹോർമോൺ ടെസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടോ, ഇവരിങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്? കാരണം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും ഇതൊരു പ്രശ്നമായിട്ട് തീരാൻ സാധ്യതയില്ലേ? അതപ്പോൾ നിങ്ങൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരാൾ വന്ന് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും മനസ്സിലാകത്തില്ല. അങ്ങനത്തെ കാലമാണ്. അതാണ് ചോദിക്കുന്നത്, എന്തെങ്കിലും ടെസ്റ്റോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് ചോദിക്കുന്നത് മണ്ടത്തരമാണെങ്കിൽ ക്ഷമിക്കുക. തോന്നിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ.